ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഡേ 1 ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു. 30 ഡിസംബർ 2025 ആണ്. ഇത്തിരി ലേറ്റായിപ്പോയി. അതിന് ഞാൻ ആദ്യം നിങ്ങൾക്ക് സോറി പറയുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ നാളികേരം ചട്നി അരയ്ക്കാമെന്നുള്ളതിലാണ്. അപ്പോൾ ഇന്ന് തൃശ്ശൂർ തിരൂരിൽ നിന്ന് പ്രഭചെറിയമ്മയും മോളും ജ്യോതി അവരെ മക്കളും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ നേരത്തെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അമ്മ അവിടെ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈ വറുത്തരച്ച ചട്നി ഭയങ്കര ഇഷ്ടമാണ്. തമിഴ്നാട്ട് സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കിയിട്ട് ഞാൻ അവരെ ഒന്ന് വീട്ടിലോട്ട് ഒന്ന് പോയിട്ട്, അപ്പോൾ എൻ്റെ കൂടെ കുട്ടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ കഴിക്കാമെന്നുള്ളതിൽ ഞങ്ങൾ അവിടെ നിന്ന് വന്നു. പക്ഷേ മോൾ എത്തിയിട്ടില്ല, ചിഞ്ചുങ്ങി എണീറ്റിട്ടില്ല. അപ്പോൾ അവളുടെ അടുത്ത് എണീക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു കേട്ടോ. കുറേയായി ഇവരെയൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങൾ മെയ് മാസത്തിൽ ഇവിടെ കണ്ണമ്പ്ര വേലുണ്ട്, ആ സമയത്ത് കണ്ടതാണ്. പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. ഇവർക്ക് നാട്ടിൽ തന്നെയാണ്, ഷൊർണൂരിലാണ് അവൾ താമസം. പക്ഷേ എന്നാലും കുട്ടികളുടെ സ്കൂൾ തിരക്കും ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാറേ ഇല്ല. അപ്പോൾ ഇന്ന് കണ്ടതിൽ അവരിങ്ങനെ 2-3 ദിവസം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ന്യൂ ഇയർ സെലിബ്രേഷൻ ഞങ്ങൾ ഈ പ്രാവശ്യം കണ്ണമ്പ്രയിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അവൾ കേക്കൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് ബനാന കേക്ക് വേണം പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇത് വേറൊരു ചെറിയമ്മയുണ്ട്, അവരിങ്ങനെ എത്തിയിട്ടില്ല, അവർ വരുന്നതേ ഉള്ളൂ. അവർ ഇന്ന് എത്തേണ്ടതാണ്. പക്ഷേ അവർക്ക് കാറ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കാറിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആയതുകൊണ്ട് അവർ വന്നിട്ടില്ല. അവരപ്പോൾ നാളെ എത്തും. അവർക്കാണ് കൂടുതൽ ഇഷ്ടം ഈ ബനാന കേക്ക്. അപ്പോൾ ഞങ്ങൾ കുറച്ച് അവർക്കുള്ളത് മാറ്റി വെച്ചിട്ട്, ക്ഷമയില്ലാത്തതുകൊണ്ട് കുട്ടികളെല്ലാവർക്കും വേണം പറഞ്ഞപ്പോൾ വന്ന വഴിക്ക് തന്നെ അതങ്ങോട്ട് കട്ട് ചെയ്തു. അപ്പോൾ എന്നിട്ട് കുഞ്ഞു കുഞ്ഞു പീസുകളൊക്കെ ഞങ്ങൾ എടുത്തതിന് ശേഷം ബാക്കി അവർക്കുള്ളത് മാറ്റി വെച്ചിട്ട് അവർ നാളെ എത്തും. അതിനുശേഷം മോളും ഇവരൊക്കെ കണ്ടിട്ട് കുറേയായി. മോളും ചെറിയമ്മയൊക്കെ 1 ഇയറിന് മുകളിലായിട്ടുണ്ട് കണ്ടിട്ട്. അപ്പോൾ അവർ വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും സംസാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. പക്ഷേ അമ്മ, ഞങ്ങളെല്ലാവരും സംസാരത്തിലുണ്ടെങ്കിൽ അമ്മയുടെ കുക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മ തിരക്കിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അമ്മയെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അമ്മ ചോറും ഉച്ചയ്ക്കുള്ള ഉപ്പേരിയും കാര്യങ്ങളൊക്കെ അച്ഛൻ വെജിറ്റബിൾസ് അരിഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ അമ്മ അതുണ്ടാക്കുന്ന തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെയൊന്ന് പറയാനുള്ളത്, ജ്യോതീസ് കിച്ചൺ പറഞ്ഞിട്ടുള്ള നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും, മിക്ക ആൾക്കാർക്കും അറിയും. ജ്യോതീസ് കിച്ചൺ പറഞ്ഞുള്ള ഒരു യൂട്യൂബ് ചാനൽ ജ്യോതി നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആക്ച്വലി ഞാൻ അവളുടെ ജൂനിയറായിട്ട് വരും. അവൾക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, നല്ല വ്യൂവേഴ്സാണ് അവൾക്ക്. അവളുടെ പരിപാടികൾ, റെസിപ്പിയുടെ എല്ലാം കാണാൻ നല്ല വ്യൂവേഴ്സ് ഉണ്ട്. നല്ല നല്ല റെസിപ്പികളാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അവൾ ഇപ്പോൾ കുറച്ചായിട്ട് അവൾ ബൈ നക്ഷീര പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാ പേജ് ഉണ്ട്. അതിൽ നല്ല നല്ല മാല കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നിറയെ നിങ്ങൾ പോയി ഒന്ന് നോക്കണം. നല്ല അടിപൊളി മാല, കമ്മൽ, വള പറഞ്ഞതൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അവളുടെ അടുത്ത് കുറച്ച് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ തിരുവാതിര കളിക്ക് ഇടയ്ക്ക് മാറ്റി ഇടാനായിട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ ഞാൻ 2-3 പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അഫോർഡബിൾ റേറ്റ് ആയിരുന്നു. അപ്പോൾ ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. വൈകുന്നേരത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീഡിയോ എടുക്കാൻ പറഞ്ഞു. ചായ കുടിക്ക് പ്രഭചെറിയമ്മയുടെ നല്ല ചൂട് ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു. ഉണ്ടാക്കുക കഴിക്കുക പറഞ്ഞുള്ളതിൽ നല്ല ചൂട് ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരമായിട്ട് ഞങ്ങളൊരു നൈറ്റ് ഡ്രൈവിന് പോകാമെന്ന് വിചാരിച്ചു. ഞാനും ചേട്ടനും ജ്യോതി പിന്നെ മോള് ചിഞ്ചും പ്രഭചെറിയമ്മയും ഞങ്ങൾ 4 പേരും കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. 31-ാം തീയതി സെലിബ്രേഷന് കുറച്ച് ഉണ്ടാക്കേണ്ട ഐറ്റംസൊക്കെ കുറച്ച് മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ആദ്യം ബേക്കറിയിൽ പോകാൻ വിചാരിച്ചു. ബേക്കറിയിൽ കാർ നിർത്താനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് നേരെ ഞങ്ങൾ റിലയൻസിൽ പോയി. പിന്നെ എന്താ പറയുക, ഞങ്ങൾ കുട്ടികളെന്നല്ല, ഞങ്ങളുടെ ഏജുള്ളവരെ കൂടിയും ഞങ്ങളുടെ മക്കളുടെ കൂടിയും എപ്പോഴും ഈ പ്രഭചെറിയമ്മ ഒപ്പം ഉണ്ടാവും കേട്ടോ. എന്താ പറഞ്ഞാൽ എൻ്റെ ഏജ്, ഞങ്ങളുടെ മിഡിൽ ഏജുകാരുടെ കൂടിയും അവർ സെറ്റാവും. താഴെ ഞങ്ങളുടെ മക്കളായിട്ടും അവർക്ക് സെറ്റാവും. എല്ലാവരും കൂടി അത്രയും ഫ്രണ്ട്ലിയാണ്, നല്ല ജോളിയായിട്ട് എല്ലാവരും കൂടിയും സംസാരിക്കുന്ന, ഹാപ്പി ആയിട്ട് നടക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ റിലയൻസിൽ പാർക്കിംഗ് കിട്ടിയപ്പോൾ ഞങ്ങൾ റിലയൻസിൽ കയറി.
അതിനുശേഷം അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും ഓരോരോ വഴിക്ക് പോയി ഒന്നൊന്ന് മേടിക്കുകയായിരുന്നു. അപ്പം ഞാൻ വീഡിയോ എടുത്തത് കുറച്ച് കഴിഞ്ഞിട്ടാണ് എന്നോട് അവിടുത്തെ സ്റ്റാഫ് വന്ന് പറഞ്ഞത്, ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല ചേച്ചിന്ന്. അത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ അതിന് സോറി അവരോട് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ നിർത്തിയിട്ടോ വീഡിയോ എടുക്കൽ. പറഞ്ഞതിന് ശേഷം എടുക്കണത് മോശമല്ലേ പറഞ്ഞ് അപ്പം തന്നെ നിർത്തി. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ അപ്പോഴേക്കും ഞങ്ങൾക്ക് പാർക്കിങ്ങിന് സ്ഥലം കിട്ടി സൈഡിലായിട്ട്. അപ്പോൾ അവിടെ നിർത്തിയതിന് ശേഷം ഞങ്ങളൊന്ന് ബേക്കറിയിൽ കയറി അവിടെ മേടിക്കേണ്ട കുറച്ച് സാധനങ്ങളും സ്വീറ്റ്സൊക്കെ മേടിച്ചു. അവിടുന്ന് ഞങ്ങൾ തിരിച്ചു കേട്ടോ. അപ്പോൾ മോൾ കുറേ ആയി പറയുന്നു കാളൻ വേണം പറഞ്ഞിട്ട്. അപ്പോൾ അത് ഒരു ഷോപ്പ് സൈഡിൽ കണ്ടപ്പോൾ ഞങ്ങൾ അവിടുന്ന് അതൊക്കെ മേടിക്കാമെന്നുള്ളതിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങൾ അവിടുന്ന് കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ എല്ലാവർക്കും വേണം പറഞ്ഞപ്പോൾ എന്നാൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്നുള്ളതിൽ ഞങ്ങൾ അവിടുന്ന് പാർസൽ മേടിച്ചു. നേരെ ചൂട് ആറുന്നതിന് മുമ്പ് നേരെ വീട്ടിലോട്ട് വന്നു. എല്ലാവരും റൗണ്ടിലിരുന്ന് നല്ല ടേസ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിച്ചിട്ട് ഞങ്ങൾ നല്ല പണ്ടത്തെ വർത്തമാനമൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടും നല്ല രസമായിരുന്നു. അന്നത്തെ ദിവസം പോയത് തന്നെ അറിഞ്ഞില്ല, അത്രയും പെട്ടെന്ന് സമയം പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയുള്ളൂ. ഇനി ഡേ 2 ആയിട്ട് ഞാൻ നാളെ നിങ്ങൾക്ക് ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യൂ. അപ്പോൾ ബൈ, നാളെ കാണാം.